ഉല്ലാസേടാ ചേട്ടാ ദേ നമ്മുടെ ഫ്ലോറിൽ മാവേലി എത്തിയിരിക്കുകയാണ്. എന്റെ ദൈവമേ. അല്ല, മാവേലി എന്താണെങ്കിലും ഞങ്ങളുടെ ഫ്ലോറിൽ എത്തിയതാണല്ലോ, കോമഡി മസാലയുടെ വേദിയിൽ എത്തിയതാണല്ലോ. അപ്പൊ നമ്മുടെ കോമഡി മസാലയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓണാശംസ പറഞ്ഞാൽ മതി, ഒരെണ്ണം മതി. അല്ല പ്ലീസ്, ഓണാശംസ അങ്ങനെ പറഞ്ഞാൽ മതി. അല്ല ഞങ്ങൾക്ക് വേണ്ടി ഒരു തവണ. അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാവേലി അല്ലേ? പിന്നെ ഞാൻ ഈ മറ്റേ നമ്മുടെ ഈ ജ്വല്ലറിയിലും തുണിക്കടയുടെ ഫ്രണ്ടിലൊക്കെ നിൽക്കൂല ഇങ്ങനെ വെൽക്കം പറഞ്ഞിട്ടുള്ള പേര് മുഖത്തല ഷാജി. മുഖത്തല ഷാജി. ആ നല്ല പേരാ, നല്ല പേരാ. തനിക്ക് എന്ത് യോഗ്യതയാണോ മാവേലി ആകാനുള്ളത്? എനിക്കോ എന്നാ യോഗ്യത ഉള്ളെന്നോ? കൊളസ്ട്രോൾ 360. കൊളസ്ട്രോൾ 360? കൊളസ്ട്രോൾ 360. ഈ കൊളസ്ട്രോളും മഹാബലിയും തമ്മിൽ എന്താണ് ബന്ധം? എന്താ ബന്ധമെന്നോ? പഴയ ചൊല്ല് കേട്ടിട്ടുണ്ടോ? എന്ത്? ഓണത്തപ്പ കുടവയറ ഇന്നും നാളെയും ഹർത്താല്. പൊന്നോണം കേട്ടിട്ടില്ലേ? ഓണത്തപ്പന് കുടവയറുണ്ടോ? കുടവയറുണ്ടാവണമെങ്കിൽ കൊളസ്ട്രോൾ വേണ്ടേ മിസ്റ്റർ? എടോ അത് ശരിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മഹാബലി കൊടവയറിനൊന്നും അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൊടവയറുള്ള ആളല്ല. പിന്നെ അദ്ദേഹം നല്ല 6 പാക്ക് ആയിരുന്നു. 6 പാക്ക്. മഹാബലി 6 പാക്ക് ആയിക്കോട്ടെ, നമ്മളെ ഒരു ഒറ്റ അരിച്ചാക്കിന് വേണ്ടിയുള്ള ചെറിയ പാക്ക് കളിയാ. അരിച്ചാക്കിനുള്ള പാക്ക് കളിയാ നമ്മള്. ഓ ശരി ശരി. പട്ടിണി കിടക്കരുത് പിള്ളേര്. ഇവിടെ താൻ ഈ വയറൊക്കെ കുറയ്ക്കുന്നത് ജിമ്മിൽ പോകരുത്. അയ്യോ എന്താ ജിമ്മിൽ പോവാനേ ഞാൻ ബാഹുബലിയല്ല, മഹാബലിയാണ്. ഷാജി കേട്ടോ. അത് മാത്രമല്ല, ജിമ്മിൽ പോയി എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? ഇത്തരം കഠിനാധ്വാനം ചെയ്യുമ്പോൾ അങ്ങോട്ട് കാശ് കൊടുക്കാൻ വേണം. അതിനുവേണ്ടി പോകേണ്ട കാര്യമില്ലല്ലോ നമുക്ക്. ശരി, അത് വെളിയിൽ എവിടെയെങ്കിലും ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. പിന്നെ ഇല്ലാണ്ട് അറിയാം കാര്യം. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഡിസംബറിൽ പപ്പയാകുകയാണ്. അതൊരു നല്ല സന്തോഷമാണ്. അല്ലാതെ നിങ്ങൾ ഒരു പിതാവാൻ പോകുകയല്ലേ, ഒരു അച്ഛനാകാൻ പോകുകയല്ലേ? പിതാവാൻ പറഞ്ഞ പിന്നെ ക്രിസ്മസ് പപ്പ. പപ്പയാ? പിന്നെ അതും എല്ലാ സാധനവും കിടക്കുമല്ലേ ശരീരത്ത്. അത് ശരി. ഓണത്തിന് മാവേലിയാവും. ഓക്കെ. ക്രിസ്മസിന് ക്രിസ്മസ് പപ്പയാവും. ഓക്കെ. വിഷുവിന് കൃഷ്ണനാവും. ഓക്കെ. പക്ഷെ അത് മാത്രം ഇങ്ങ് ഇടുക്കുള്ള ജനം. ഏത്? കൃഷ്ണന്റെ ഫിഗർ. എന്താ എന്നറിയാൻ പാടില്ല, അത് സുഖമില്ലെന്ന് പറഞ്ഞ. കുഴപ്പമില്ല, ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യും ഞാൻ. അത് എത്ര മക്കളുണ്ട്? 10 പേര്. 10 പേരുണ്ട് എനിക്ക്. 10 പേരാ? അങ്ങനെ അങ്ങനെ പറയണേ. ഓണത്തിന് മാവേലിയായിട്ട് എവിടെയെങ്കിലും ഞാൻ പോയി നിൽക്കുമായിരിക്കും. ഓക്കെ. ക്രിസ്മസിന് ക്രിസ്മസ് പപ്പയായിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കുമായിരിക്കും. പിന്നെ വിഷുവിന് കൃഷ്ണനായിട്ടും നിൽക്കും. ആണല്ലോ. അതെ. ഇതിന്റെ ഇടയ്ക്ക് ഈ മുഖത്തൽ ഷാജിക്ക് വല്ല എന്റർടൈൻമെന്റും വേണ്ടേ? ആ എന്റർടൈൻമെന്റ് ആണ് എന്റെ 10 പിള്ളേര്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നത്? എന്ത് ചോദിക്കുന്നേ? ഡോക്ടറിന്റെ മക്കള് ഡോക്ടറാകും. വക്കീലിന്റെ മക്കള് വക്കീലാകുന്നു. അതെ. അപ്പൊ മാവേലിയുടെ മക്കള് എന്താ ആവേണ്ടത്? 9 പേരും മാവേലിയായി. അതെ ശരി. ഇളയ ചെറുക്കത്തിന് വയറ് കുറയുണ്ട്. അപ്പൊ അവന് നല്ല കൊളസ്ട്രോൾ വരാൻ വേണ്ടി ബീഫ് മേടിച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് ശരി. വയറ് ചാടാൻ വേണ്ടി. ഓക്കെ 10 കയറി വരും. ഈ ഇങ്ങനെയുള്ള ഈ വേഷം ചെയ്യാനായിട്ട് എങ്ങനെയാണ് അതിലേക്ക് ഇങ്ങനെ വരാൻ കാര്യം എന്താണ്? വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതല് എന്നെ മാവേലി എന്നാണ് സ്കൂളിലൊക്കെ വിളിച്ചോണ്ടിരുന്നത്. അതെന്തോ അങ്ങനെ സ്കൂളിൽ മാവേലി? അപ്പം അവിടെ വേഷമൊക്കെ ചെയ്യാറുണ്ടോ? മാവേലിയുടെ വേഷം ചെയ്യാറുണ്ടോ? ഈ വേഷം ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വർഷത്തിൽ 10 ദിവസമുള്ള ഞാൻ സ്കൂൾ കാണാൻ പോവുള്ളൂ. അത് ശരി. 11ാമത്തെ ദിവസം ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ടീച്ചർമാരും പിള്ളേരും ദേ മാവേലി വന്നു അങ്ങനെ പറഞ്ഞ് മാവേലി പേരായി. പിന്നെ ഈ തൊഴിൽ കൊണ്ടുകിടക്കുന്നു. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഒന്നും തോന്നരുത്. ഒന്നും തോന്നില്ല. അല്ല, ഇപ്പൊ നിങ്ങളിപ്പോ വർഷങ്ങളായിട്ട് ഇങ്ങനെ മാവേലി ആയിട്ട് ഇങ്ങനെ വേഷം കിട്ടുന്നില്ലേ? പിന്നെ അപ്പം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. അത് അത്ര തഴക്കവും പഴക്കവും തേജസ്സൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ അപ്പൊ എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത ഇങ്ങനെ വേഷം കെട്ടിപ്പോയപ്പോ എന്തെങ്കിലും ഒരു അനുഭവം കാണുമല്ലോ? ഉണ്ട്, കാണും, എനിക്കറിയാം. ശരിയ അനുഭവമല്ല, ദുരൂഹതയാണ് എനിക്കുള്ളത്. ദുരന്തവും ദുരൂഹതയും ആണോ എനിക്കുള്ളത്? ഞാൻ ഒരു ജ്വല്ലറിയുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആൾക്കാർ മുഴുവൻ പോകുന്നു. വെൽക്കം, ഹാപ്പി ഓണം, വെൽക്കം, ഹാപ്പി ഓണം ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക. അപ്പൊ ആൾക്കാർ മുഴുവൻ പോകുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു പരിചയമുള്ള ഒരു മുഖം, ഒന്നല്ല 2 പേരാ, 2 മുഖങ്ങളുണ്ട്. ഇങ്ങനെ കയറി വരുന്നു. എൻ്റെ മുന്നിലൂടെ അകത്തേക്ക് ഗ്ലാസും തുറന്ന് കയറിപ്പോയി. അത് ആരെ? ഒന്ന് എൻ്റെ ഭാര്യ, മറ്റേ എൻ്റെ അയൽവക്കക്കാരൻ. അയ്യോ കേട്ടോ 2 പേരും കൂടി അകത്തേക്ക് പോയി. ഞാൻ ചില്ലിന്റെ ഉള്ളിൽ കിടന്ന് നോക്കിയപ്പോൾ 2 പേരും ഭയങ്കര പർച്ചേസിങ്ങിലാണ്. ഇതങ്ങടെ കണ്ടോടുകൂടി
മാവേലി എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി. മുഖത്തല ഷാജി കയറി കേറുമല്ലോ പിന്നെ പിന്നെ ഭാര്യ വേർത്തിന്റെ കൂടെ ഇടയ്ക്ക് എന്റെ മാട്ട സ്വഭാവമുണ്ട്. ഞാൻ ചാടി ഞാൻ ചില്ലും ചവിട്ടി ഞാൻ അകത്തേക്ക് കയറി ചെന്ന് ഇങ്ങനെ രൂപം കണ്ടോടി അവിടെ ഇരുന്ന് ആൾക്കാർ മുഴുവൻ ഓടിപ്പോയി. ഇത് കണ്ടതും അവിടുത്തെ മുതലാളി പൂച്ചേനെ ചെവി പിടിക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തി കൊടുത്ത് നിൽക്കാൻ പാടാന്ന് പറഞ്ഞ് അവിടെ കൊണ്ടേ അങ്ങ് നിർത്തി. പുള്ളി ചെയ്തതിലും കാര്യമുണ്ട്. പിന്നെ കുടുംബം പിന്നെ ജോലിയാണ് ജോലി. ഡ്യൂട്ടി. ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. ഇവര് പർച്ചേസിങ് കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ട് ഇവൾ എന്റെ മുഖത്ത് നോക്കി ഒരു ഒറ്റ വർത്താനം. എന്താണ്? മാവേലി ഹാപ്പി ഓണം കേട്ടോ. തന്റെ ഭാര്യയല്ലേ ഒരുത്തിന്റെ കൂടെ ഇങ്ങനെ പോയിട്ട് തനിക്ക് അപ്പൊ ചോദിക്കാൻ വരുന്ന അവളെ വിളിച്ചിട്ട്. എങ്ങനെ ചോദിക്കും? അതെന്താ? ആ പാവപ്പെട്ടവന്റെ 5 പവന്റെ മോതിരം മേടിച്ചിട്ടേക്ക് അവള്. എന്നാലും നിങ്ങൾക്ക് ചോദിച്ചൂടായിരുന്നോ? എങ്ങനെ ചോദിക്കാനാ? അവളോട് ഞാൻ പറഞ്ഞേക്കണത് കാക്കനാട് ഇൻഫോ പാർക്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. എങ്ങനെ? കമ്പ്യൂട്ടർ എഞ്ചിനീയർ അതാന്നും പറഞ്ഞാ ഞാൻ പോണത് വീട്ടിൽ. അപ്പൊ പിന്നെ എങ്ങനെ ചോദിക്കുന്നത്? മാവേലിയിട്ട് അങ്ങനെ ചാടിക്കഴിഞ്ഞാലേ വീട്ടിൽ കേട്ടില്ല. അത് ശരി. അല്ല മാവേലി, ഈ പണ്ടത്തെ ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോഴത്തെ എന്നാ ഓണമാണ്? ഇപ്പോഴത്തെ ഓണമൊക്കെ ഓണമാണോ? അല്ല, പണ്ടത്തെ ഓണമാണ് ഓണം. അതാണ്. അതാ ഇതെങ്ങനെയാണ് പണ്ടത്തെ ഒന്ന് വ്യത്യാസം എന്താണ്? വ്യത്യാസം ഒന്ന് പറഞ്ഞു എന്താ കൊള്ളാൻ? അത് എനിക്കറിയില്ല. എനിക്കറിയില്ല. അതാ ഞാൻ കുഞ്ഞല്ലായിരുന്നു പണ്ട്. ശരി വേണ്ട, എനിക്ക് ഓർമ്മ കിട്ടുള്ള അതിനെ കുറിച്ച് പറയാനായിട്ട്. എന്നാലും കിട്ടുള്ളത് കുഞ്ഞായിരുന്നു, തീരെ കുഞ്ഞായിരുന്നു. പിന്നെ പണ്ടത്തെയാണ് വലിയ ഓണം എന്നൊക്കെ പറഞ്ഞ. പണ്ട് ഞാൻ കുഞ്ഞല്ലേ. മോത്തല ഷാജിനെ പുറത്തേക്ക് ഇറക്കുവോ? ഇല്ല അത് വേണ്ട. ഇല്ല. പിന്നെ ഈ ഓണത്തിന് നമുക്ക് തരാൻ എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടോ? ഓണത്തിന് സന്ദേശം തരാൻ ഇത്ര ഉള്ളു എൻ്റെ കയ്യിൽ. കുനിഞ്ഞു നിന്നാൽ ചവിട്ടി താത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഇത് മാത്രമാണ് എനിക്ക് സന്ദേശം തരാൻ. കറക്റ്റാ പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. കിട്ടും. കോൾ വരുന്നു. ബേസ്. ഹലോ മോത്തല ഷാജി, വണ്ടി വന്നാ നിർത്തി. ഞാനുണ്ട്. അതെ, ഒരു സഞ്ചാരമുണ്ട്. സഞ്ചാരം മനസ്സിലായില്ല. ഗോപാൽചന്റെ പെട്ടിക്കടയുടെ പരസ്യം. അന്നേരം പെട്രോൾ ഇത് ഇങ്ങനെ ഹൈ ഹീലിട്ട് ചെരുപ്പ് ഇങ്ങനെ പിടിച്ചങ്ങ് നിന്നാൽ മതി. പെട്രോൾ ഇത് ഇങ്ങനെ അങ്ങ് ബാലൻസ് നിന്ന് അങ്ങ് പോകണം. ഒരു ചെറിയ സഞ്ചാരം. അത് കേട്ട് വരാം. ഡ്യൂട്ടി. ഹാപ്പി ഓണം.